IFFK വേദിയിൽ നിന്നും പ്രശസ്ത നടനായിട്ടുള്ള ദിനേശ് പ്രഭാകരൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് IFFK? IFFK അടിപൊളിയല്ലേ. നമ്മൾ എല്ലാ വർഷവും മിസ്സാവാതെ ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്ന പോലെ ഈ ഡേറ്റ് മാറ്റി വെച്ച് വരുന്ന ഒരു വേദിയാണ് IFFK. പടങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ വെച്ച് മാത്രം എല്ലാ വർഷവും കണ്ടുമുട്ടുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് ബന്ധങ്ങളും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ കുറേ നല്ല സിനിമകൾ കാണാനുള്ള ഒരു അവസരവും. അപ്പോൾ അത് ഓരോ വർഷവും ഇപ്പോൾ IFFK കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ ചില വർഷങ്ങളിൽ ചില പോരായ്മകളുണ്ടാവും, ചില വർഷം കൂടുതൽ നന്നാവും. അങ്ങനെയൊക്കെയാണ്. പാർട്ടിസിപ്പൻസ് കൂടും, ചിലപ്പോൾ കുറച്ച് കുറയും. അത് പുറത്തേക്കുള്ളൊരു സിറ്റുവേഷനെ ആശ്രയിച്ചിരിക്കും. ഇത് 29th IFFK വളരെ നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതേപോലെ പടങ്ങളുടെ സെലക്ഷൻ ഇത്തവണ വളരെ നന്നായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനൊരു ചുരുക്കം സിനിമകളെ കണ്ടോളൂ, പക്ഷെ കണ്ട സിനിമകളെല്ലാം തന്നെ നല്ല സിനിമകളായിരുന്നു. ഇനിയും ഒരു 4-5 സിനിമകളും കൂടി ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയെങ്കിലും ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കണ്ടു തീർക്കണം. ഓരോ സ്ഥലത്തേക്ക് എത്തണം, അതിൻ്റെ ഇടയ്ക്ക് സുഹൃത്തുക്കളെ കാണണം, സൗഹൃദം നിലനിർത്തണം, പുതിയ ആളുകളെ പരിചയപ്പെടണം. അപ്പോൾ ഇതെല്ലാം നടക്കുന്ന എന്താ പറയുക, എല്ലാ വർഷവും ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ നമ്മൾ എന്താ പറയുക, ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുന്ന ഒരു ഫീലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണ് IFFK വരുമ്പോൾ. അത് ജനകീയമായ പാർട്ടിസിപ്പേഷൻ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്. ഇപ്പോൾ നമ്മൾ കാണാൻ പോയ എല്ലാ സിനിമകളിലും തിയേറ്ററും ഫുള്ളായി, അതിനുശേഷം താഴെയും കൂടി ആൾക്കാരിരുന്ന്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പടത്തിനൊക്കെ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ പോകുന്ന എല്ലാ പടത്തിനും അങ്ങനെയാണ്. അത്രയും ജനകീയ പങ്കാളിത്തം IFFK ഉണ്ട്. അപ്പോൾ ഇനിയും ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചേട്ടനൊരു ഹോളിവുഡ് അല്ലെങ്കിൽ ഒരു ഹിന്ദി പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ്. അപ്പം ഇത്തവണത്തെ IFFKയിൽ മലയാളം മൂവീസിന് വളരെ നല്ല അഭിപ്രായമാണ്. അതിനെപ്പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അത് ഒരു പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇത്തവണ മലയാളത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഗംഭീരമായിട്ടുള്ള സിനിമകളാണ്. സാധാരണ നമ്മുടെ മലയാളം സെലക്ഷനിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു പടം നല്ലത് അല്ലെങ്കിൽ 2 പടം നല്ലതെന്നൊക്കെ പറയും. ഇത്തവണത്തെ എല്ലാ പടങ്ങളും നല്ല ഫിലിംസാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട്. അതേപോലെ ഈ പഴയകാല നടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, അതും ഗംഭീരമായിരുന്നു. അവരൊക്കെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതും അവരെ കണ്ടെത്തി, അവരെ മാക്സിമം പങ്കെടുപ്പിക്കാവുന്നവരെ പങ്കെടുപ്പിച്ച് അങ്ങനെ ഒരു ഫംഗ്ഷനും നടത്തി. മലയാള സിനിമകളുടെ നിലവാരം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് IFFK വന്നപ്പോൾ മനസ്സിലായി. ഒരു കാര്യം കൂടെ ചേട്ടൻ ഈ സിനിമേൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു IFFK എങ്ങനെ ഗുണം ചെയ്യുന്നതാണ് ചേട്ടൻ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം ഈ IFFKയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നുള്ളൊരു തോട്ട്സിൻ്റെ ഈ ഇൻ്റർനാഷണൽ സിനിമകൾ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാവാം ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് ഒത്തിരി വരാൻ തുടങ്ങി. ഇപ്പോൾ തന്നെ IFFKയിൽ സെലക്ട് ചെയ്തിട്ടുള്ള പല മലയാള പടങ്ങളും ചുരുങ്ങിയ ചിലവിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഫിലിമുണ്ട്, ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ഒരു ഫിലിം വന്നിട്ടുണ്ട്, ഒരു പെൺകുട്ടി സംവിധാനം ചെയ്തത്. അപ്പോൾ ഈ ഫിലിംസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർ ഭയങ്കരമായിട്ട് ഇതെല്ലാം അവരെ ഇൻ്റർനാഷണൽ ഫിലിംസും IFFKയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള ഒരു ബാക്കപ്പും ഇല്ലാതെ അവരുടെ സ്വന്തമായ തോട്ടിൽ അവരൊരു സിനിമ നിർമ്മിച്ച് എന്താ പറയുക, കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് അവർ കൊണ്ടുവന്ന് IFFK അവർ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ആ ഫിലിംസ് പോവുക. പിന്നെ പലരും ഇത് കണ്ടിട്ട് ഇപ്പോൾ അനുരാഗ് കശ്യപിനെ പോലുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ ചെറിയ ചെറിയ ഫിലിംസൊക്കെ അവർ വാങ്ങി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ മുഴുവൻ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. നല്ല കണ്ടൻറ്റ്, നല്ല രീതിയിൽ മേക്കിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് മലയാളം സിനിമ എന്ന് അങ്ങനെ ഒരു പേര് നമുക്കുണ്ട്. സത്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഒത്തിരി ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സിൻ്റെ ചെറിയ ചെറിയ ഫിലിംസ് IFFKയിലുണ്ട് മലയാളം. ഈ പറഞ്ഞ ഐഫോണിലും ചെറിയ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത് അവർക്ക് വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്കപ്പോ വലിയ ആക്ടേഴ്സോ വലിയ സാങ്കേതിക മികവോ ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും അവർ നല്ലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ആളുകളെ കാണിക്കാൻ എത്തിയിരിക്കുകയാണ്. അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. യങ് ജനറേഷൻ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്നുണ്ട്. അവർ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ സിനിമയെ അവരുടെ കൈക്കുള്ളിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്.